നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മുടെ വാഹനം ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് പ്രോപ്പർ ഗിയർ അല്ല, അല്ലെങ്കിൽ നോർമൽ റോഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് ടോപ്പ് ഗിയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എൻജിൻ ജർക്കിങ് പോലെ ഫീൽ ചെയ്യും. ഇതിനെയാണ് ശരിക്കും ലഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ് ലഗിങ്? ഇങ്ങനൊരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ടോക്സിക് ജെ ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, എൻജിൻ ലഗിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ? ഷുവർ ആയിട്ടും. ശരിക്കും എന്താണ് എൻജിൻ ലഗിങ്, അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുന്ന പോലെ ജർക്കിങ്? ശരിക്കും എന്തുകൊണ്ടാണ് ഈ ജർക്കിങ് ഉണ്ടാകുന്നത്? നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് പാറ്റേൺ രീതിയുടെ പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാതെയൊക്കെ വരുന്ന സമയത്താണ് മെയിനായിട്ട് ലഗിങ് ഉണ്ടാകുന്നത്. അതായത് ലഗിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം ഒരു നിശ്ചിത ഏത് സ്പീഡ് വരെ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു കയറ്റമൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഫസ്റ്റ് ഗിയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞ് സെക്കൻഡ് ഇട്ടു, തേർഡ് ഇട്ടു, ഫോർത്ത് ഇട്ടു, ഇനി ഫിഫ്ത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏകദേശം നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് ഒരു 40+ അല്ലെങ്കിൽ ഒരു 45+ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫിഫ്ത്ത് ഗിയർ ഇടാം. വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റോഡാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കയറുന്നതായിരിക്കും. പക്ഷേ നമ്മൾ അതേ സ്ഥാനത്ത് ഒരു 6 സ്പീഡുള്ള വാഹനമാണെങ്കിൽ, അതായത് 6 ഫോർവേഡ് സ്പീഡുള്ള വാഹനം ആണെന്നുണ്ടെങ്കിൽ, ഫിഫ്ത്തിൽ നിന്നും 6th ഇട്ടു ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഒരു ജർക്കിങ് പോലെ വരുന്നത്, ജർക്കിങ് അല്ലെങ്കിൽ ആ വാഹനത്തിന് എടുക്കാൻ പറ്റാത്തൊരു ലോഡ് നമ്മൾ കൊടുക്കുക, ഇതിനെയാണ് ശരിക്കും ലഗിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് എൻജിന് പ്രശ്നമുണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% എൻജിന് ഹീറ്റ് കൂടാനുള്ള ടെൻഡൻസി കൂടുതലാണ്, വൈബ്രേഷൻസ് കൂടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു റൊട്ടേഷൻ, ഈ ഒരു റൊട്ടേഷൻ തന്നെയാണ് ഗിയർ ബോക്സിലോട്ട് കൊടുക്കുന്നത്. ഈ എൻജിനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന റൊട്ടേഷന് വേറെ മാറ്റമൊന്നുമില്ല. എൻജിനിൽ നിന്നും ഫ്ലൈ വീൽ വഴി, ക്ലച്ച് വഴി ഗിയർ ബോക്സിലോട്ട് ചെല്ലുന്ന സമയത്താണ് അവിടെ സ്പീഡ് റിഡക്ഷൻ ഉണ്ടാകുന്നത്. അതായത് എൻജിൻ്റെ കറക്കം, അതായത് എൻജിൻ ഒരു 2 വട്ടം കറങ്ങിക്കഴിഞ്ഞാൽ ഗിയർ ഒരു അര തവണ മാത്രം കറങ്ങത്തുള്ളൂ ഫസ്റ്റ് ഗിയറൊക്കെ ആണെങ്കിൽ. ഇങ്ങനെയാണ് അതിൻ്റെ റൊട്ടേഷൻ പോകുന്നത്. അപ്പോൾ അതുപോലെ ഏകദേശം ഒരു 5th ഗിയർ എന്ന് പറയുമ്പോഴത്തേക്കും ഓവർ ഡ്രൈവ് ആണ്. 4th ഗിയർ വരെ ഏകദേശം എൻജിൻ്റെ സെയിം കറക്കം, അതായത് എൻജിൻ്റെ സെയിം കറക്കമാണ് 4th ഗിയറിന് ഔട്ട് പോകുന്നത്. 5th ഗിയർ എന്ന് പറയുമ്പോഴത്തേക്കും എൻജിൻ കറങ്ങുന്നത്, അതായത് എൻജിനിപ്പോൾ ഒരു കറക്കം കറങ്ങിക്കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ഒരു 1.5 കറക്കം കറങ്ങും. അതായത് എൻജിൻ കറങ്ങുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ കറക്കമാണ് ഗിയർ ബോക്സിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. അതായത് ലോഡ് കൂടുതൽ നമ്മുടെ എൻജിൻ വരും. സ്മൂത്ത് ആണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷേ എൻജിന് സ്പീഡ് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ജർക്കിങ് അല്ലെങ്കിൽ ഒരു ലഗിങ്, ഇങ്ങനെ ഒരു കുലുക്കം പോലെ ഒരു ഫീൽ അവിടെ ഉണ്ടാകുന്നുണ്ട്. അന്നേരം എന്താണ് അവിടെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള ബേണിങ് പലപ്പോഴും നടക്കാറില്ല. ഈ പറയുന്ന ജർക്കിങ് ഉണ്ടാകുന്ന കാരണം കൊണ്ട് നമ്മുടെ എൻജിന് തേയ്മാനം, അതായത് വെയർ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഗിയർ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാൻ സാധിക്കും ഏകദേശം ഒരു 4th ഗിയർ ഇട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനം മുമ്പോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു പവർ കയറി വരുന്നതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. വളരെ പതുക്കെ കയറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഡൗൺ ചെയ്ത് കൊടുക്കുക. അതായത് ഗിയർ ഒന്ന് മാറ്റി കൊടുക്കുക. 3rdiലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 4th-ലാണെന്നുണ്ടെങ്കിൽ 4th-ൽ നിന്ന് 3rd-ലോട്ടാക്കുക, 3rd-ലാണെന്നുണ്ടെങ്കിൽ 3rd-ൽ നിന്ന് 2nd-ലോട്ടാക്കി RPM കൂട്ടുക. അതായത് വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് RPM സ്മൂത്തായിട്ട് കയറുന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ട് കഴിവതും വാഹനം ലഗിങ് ചെയ്ത് ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ജർക്കിങ് വരുത്തി ഓടിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആദ്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ എൻജിൻ ലൈഫ് കൂടുന്നതായിരിക്കും, വാഹനത്തിന് എപ്പോഴും പവർ കിട്ടുന്നതായിരിക്കും, മൈലേജും കിട്ടുന്നതായിരിക്കും.